നമസ്കാരം. ക്ലാസ് 10 കെമിസ്ട്രിയുടെ എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ നോക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോയിൽ ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 4 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാ ചാപ്റ്ററിൻ്റെയും എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാപ്റ്റർ പഠിക്കുകയതിനു ശേഷം ഓരോ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തൊക്കെ പഠിക്കുക കേട്ടോ. എല്ലാം പ്ലേലിസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്, കാണുക, കൃത്യമായിട്ട് എഴുതി മനസ്സിലാക്കിയൊക്കെ പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Answer the following questions regarding the electrolysis of aluminum oxide. അലൂമിനിയം ഓക്സൈഡിന്റെ ഇലക്ട്രോളിസിസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കാം എന്താണ്. വാട്ട് ഈസ് യൂസ്ഡ് ആസ് ആനോഡ്? അലൂമിനിയത്തിന്റെ പ്രൊഡക്ഷൻ ആണ് കേട്ടോ. അപ്പൊ അതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന ആനോഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആനോഡ് ഏതാണ്? കാർബൺ റോഡ്സ് ആണ് കേട്ടോ. ആ ചിത്രം മൈൻഡിലുണ്ടായിരിക്കണം. കാർബൺ റോഡ്സ് ആണ് നമ്മൾ ആനോഡായിട്ട് ഉപയോഗിക്കുന്നത്. വാട്ട് റിയാക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് ആനോഡ്? ആനോഡ് നടക്കുന്ന റിയാക്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഓക്സിജന്റെ ഇതാണ് അവിടെ നടക്കുന്നില്ല, റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. O2 ആവുന്നുണ്ട്, ദെൻ 4 ഇലക്ട്രോൺസിന് അവിടെ വിട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് അവിടെ നടക്കുന്ന ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ദെൻ അടുത്ത ബി പാർട്ട് ഏതാണ്? വാട്ട് ഈസ് യൂസ്ഡ് ആസ് കാഥോഡ്? വാട്ട് റിയാക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് കാഥോഡ്? കാഥോഡ് ഏതാണ് ഉപയോഗിക്കുന്നത്? കാഥോഡ് നടക്കുന്ന റിയാക്ഷൻ. കാഥോഡ് ഏതാണ്? സ്റ്റീൽ ടാങ്ക് ആണല്ലേ. സ്റ്റീലിന്റെ ഒരു ടാങ്ക് ഉണ്ട്, അതിൽ കാർബൺ റോഡ്സ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പം ഈ സ്റ്റീൽ ടാങ്ക് ആണ് എന്താണ് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അതിന് ഒരു കാർബണിന്റെ ലൈനിങ് ഉണ്ട് കേട്ടോ. അപ്പൊ സ്റ്റീൽ ടാങ്ക് വിത്ത് കാർബൺ ലൈനിങ് എന്ന് പറയാം കേട്ടോ. കാർബൺ ലൈനിങ് അതാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? കാഥോഡായിട്ട് ഉപയോഗിക്കുന്നത്. അവിടെ നടക്കുന്ന റിയാക്ഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. റിയാക്ഷൻ ഏതാണ് നടക്കുന്നത്? Al3+ ഇല്ലേ. Al3+ 3 ഇലക്ട്രോൺസിനെ അവിടെ വിട്ടുകൊടുക്കുന്നുണ്ട്. ദെൻ എന്തായിട്ട് മാറുന്നുണ്ട്? Al അല്ലേ ആയിട്ട് മാറുന്നുണ്ട്. അതാണ് അവിടെ നടക്കുന്ന റിയാക്ഷൻ. ഇനി സി എന്താണ് ചോദിച്ചിരിക്കുന്നത്? In the electrolytic cell, the positively charged rods are replaced periodically. Why? നമ്മൾ പറഞ്ഞതാണ് പോസിറ്റീവ്ലി ചാർജ് റോഡ്സ് ഇല്ല, അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതെന്തിനു വേണ്ടിയാണ് റീപ്ലേസ് ചെയ്യുന്നത്? ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടായിരുന്നു അല്ലേ, ആനോഡിൽ എന്താണ് ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തിനു വേണ്ടിയാണ്? നമുക്കറിയാം ആനോഡിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ആനോഡിൽ ഓക്സിജൻ അവിടെ റിലീസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട് അല്ലേ. കാർബൺ റോഡിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? കാർബണിന്റെ ഓക്സൈഡ്സ് ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് എങ്ങനെയാണ് ആനോഡ് ഇല്ല, ആനോഡ് റോഡ് ഉണ്ടല്ലോ, അതിന്റെ സൈസ്, അതായത് കാർബൺ റോഡിന്റെ സൈസ് എങ്ങനെയാണ് ഡിക്രീസ് ചെയ്യും ഇല്ല, കുറയും. അതുകൊണ്ടാണ് നമ്മൾ പീരിയോഡിക്കലായിട്ട് ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പം ആൻസർ കൃത്യമായിട്ട് എഴുതുക. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ നോക്കിയേ. ഓക്സിജൻ റിലീസ്ഡ് അറ്റ് ദ ആനോഡ് ഇല്ല, കാർബൺ റോഡിൽ ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്സിഡൈസ് ദ കാർബൺ റോഡ് ടു ഓക്സൈഡ്സ് ഓഫ് കാർബൺ. അത് ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് സൈസ് ഓഫ് ദി ആനോഡ് റോഡ് ഡിക്രീസസ്. ആനോഡ് റോഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? കാർബൺ റോഡ് ആണല്ലോ. അപ്പൊ അത് ഡിക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പീരിയോഡിക്കലായിട്ട് അത് റീപ്ലേസ് ചെയ്യാനുള്ള കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. സം കെമിക്കൽ ഇക്വേഷൻസ് ആർ ഗിവൺ ബിലോ റിലേറ്റ് ടു ദ മാനുഫാക്ചർ ഓഫ് അയൺ. അയണിന്റെ മാനുഫാക്ചർ പഠിക്കുക കേട്ടോ. അയണിന്റെ മാനുഫാക്ചറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇക്വേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കാം കേട്ടോ. വിച്ച് ഓഫ് ദ കോമ്പൗണ്ട് ആക്ട് ആസ് റെഡ്യൂസിങ് ഏജന്റ്? അപ്പൊ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? നമുക്കറിയാം റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. ദെൻ വിച്ച് പ്രോസസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് സ്ലാഗ്? സ്ലാഗ് ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ നടക്കുന്ന സ്ലാഗിന്റെ റിയാക്ഷൻ എങ്ങനെയാണ് വരുന്നത്? കാൽസ്യം ഓക്സൈഡ് ഇല്ലേ, പിന്നെ എന്താണ് സിലിക്കയായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവുന്നുണ്ട്? CaSiO2 O3 ഇല്ലേ, CaSiO3 അവിടെ ഉണ്ടാവുന്നുണ്ട്. ദെൻ സി എന്താണ്? വിച്ച് ആക്ടിവിറ്റി ഷോസ് ദ റിഡക്ഷൻ ഓഫ് ഫോർ? റിഡക്ഷൻ ഓഫ് ഫോറിന്റെ റിയാക്ഷൻ എഴുതുക കേട്ടോ. എന്താണ്? Fe2O3 ഇല്ലേ, കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ദെൻ Fe പിന്നെ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഇക്വേഷൻ നമുക്കൊന്ന് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാൻ വേണ്ടി അയൺ ഇവിടെ എത്രയാണ്? 2 ഉണ്ട്. ഇവിടെ നമ്മൾ 2 കൊടുക്കുന്നുണ്ട്. അപ്പം ബാക്കിയെല്ലാം കൂടെ ഫില്ലാകാൻ വേണ്ടി ഇവിടെ ഒരു 3 കൊടുക്കുന്നുണ്ട്, ഇവിടെ ഒരു 2 കൊടുത്തു. ഇനി റൈറ്റ് ദ നെയിം ഓഫ് ദി അയൺ ഒബ്റ്റൈൻഡ് ഫ്രം ബ്ലാസ്റ്റ് ഫർണസ്. ബ്ലാസ്റ്റ് ഫർണസ് എന്ന് ലഭിക്കുന്ന അയണിന്റെ പേരെന്താണ്? പിഗ് അയൺ ഇല്ലേ, പിഗ് അയൺ എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അയണിന്റെ മാനുഫാക്ചർ ഒക്കെ നിങ്ങൾ സ്റ്റെപ്പായിട്ട് തന്നെ പഠിക്കട്ടോ. ഓരോ സ്റ്റെപ്പായിട്ട് ക്ലിയർ ആക്കി പഠിക്കുക. ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ റിയാക്ഷൻ വഴിയാണ് എഴുതിയിരിക്കുന്നത്. നോക്കി മനസ്സിലാക്കി എഴുതി പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Can we use concentrated H2SO4 as drying agent for the industrial preparation of NH3? NH3 ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷന് നമ്മൾ കോൺസെൻട്രേറ്റ് H2SO4 ഉപയോഗിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉപയോഗിക്കാറുണ്ടോ?
ഉപയോഗിക്കാറില്ല. അതിന് കാരണം എന്താണ്? H2SO4 എന്ന് വെച്ചാൽ ആസിഡാണ്, NH3 ബേസ് ആണല്ലോ. അപ്പൊ റിയാക്ട് ചെയ്ത് എന്ത് സംഭവിക്കും? അവിടെ നിന്നാണ് അത് റിയാക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് മോയിസ്റ്റ് അവിടെ റിമൂവ് ആയി പോകത്തേ ഉള്ളൂ. മനസ്സിലാവുന്നല്ലോ പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം. അപ്പം നോ എന്ന് പറയാം. ആൻസർ എന്താണ്? നോ എന്ന് പറയാം. Then if we use it as drying agent, then write the chemical equation. ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ വരും? NH3 ഇല്ലേ, NH3 അതുപോലെ തന്നെ H2SO4 കൂടെ റിയാക്ട് ചെയ്യും. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? NH4 ട്വൈസ് കേട്ടോ, NH4 ട്വൈസ് SO4, അതായത് അമോണിയം സൾഫേറ്റ് ആണ് കേട്ടോ, അമോണിയം സൾഫേറ്റ് ആണ് അവിടെ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഡ്രൈയിങ് ഏജന്റ് ആയിട്ട്, അത് ഡ്രൈഡ് അല്ല, അപ്പൊ ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നില്ല. മനസ്സിലായല്ലോ? അത് ഇവിടെ ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യാനുള്ള ഒരു 2 കൂടെ വരും. Then B part എന്താണ്? റൈറ്റ് any 2 uses of sulfuric acid. സൾഫ്യൂരിക് ആസിഡിന്റെ 2 യൂസസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? മേക്കിംഗ് ഫെർട്ടിലൈസേഴ്സ് കേട്ടോ, ഫെർട്ടിലൈസേഴ്സ്, മേക്കിംഗ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയാം കേട്ടോ, ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാൻ അല്ലേ, ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാൻ. പിന്നെ മെഡിസിൻസിന് ഉപയോഗിക്കാറുണ്ട് കേട്ടോ, മെഡിസിൻസിന് ഏതെല്ലാം ഉപയോഗിക്കും, ക്ലോത്ത്സ്, അതൊക്കെ എഴുതാം. ദെൻ സം ഫെർട്ടിലൈസേഴ്സ് ആർ ഗിവൺ ബിലോ കേട്ടോ, ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നോക്കിയേ, ഏതൊക്കെയാണ്? ഫങ്ഷൻ ഓഫ് പ്ലാന്റ്സ് ആണ്, അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ടു ആക്സിലറേറ്റ് പ്ലാന്റ് ഗ്രോത്ത്, പ്ലാന്റ് ഗ്രോത്തിനെ ആക്സിലറേറ്റ് ചെയ്യുന്ന ആരാണ്? നമുക്കറിയാം യൂറിയ ആണ് അല്ലേ, യൂറിയ. ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ ഏതാണ് ഉപയോഗിക്കുന്നത്? സോഡിയം നൈട്രേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ്. ഏതാണ്? അമോണിയം ഫോസ്ഫേറ്റ് അല്ലേ, അമോണിയം ഫോസ്ഫേറ്റ് ആണ് കേട്ടോ, അമോണിയം ഫോസ്ഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ് ആണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ ഉപയോഗിക്കുന്നത്. ടു ബൂസ്റ്റ് ഇമ്മ്യൂണിറ്റി ഓഫ് പ്ലാന്റ്സ്, പ്ലാന്റ്സിന്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഏതാണ്? പൊട്ടാസ്യം ക്ലോറൈഡ് കേട്ടോ, പ്ലാന്റ്സിന്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഏതാണ്? പൊട്ടാസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്. മനസ്സിലായല്ലോ? അപ്പം പഠിക്കുക കേട്ടോ, സൾഫ്യൂരിക് ആസിഡിന്റെ കേട്ടോ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. പിന്നെ യൂസസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഫെർട്ടിലൈസേഴ്സിൽ, മെഡിസിൻസിൽ, ക്ലോത്ത്സിൽ, ഡിറ്റർജൻസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ എന്തിനു വേണ്ടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? പ്ലാന്റിന്റെ ഗ്രോത്തിന് യൂറിയ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ അതുപോലെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ അമോണിയം ഫോസ്ഫേറ്റ്, പിന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഏതാണ്? പൊട്ടാസ്യം ക്ലോറൈഡും. മനസ്സിലാക്കോട്ടെ, എഴുതിയെടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, ഒരു ടെസ്റ്റ് ട്യൂബ് ആണ്, അമോണിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. വാട്ട്സ് നേച്ചർ ഓഫ് ദ ഗ്യാസ് ഫോംഡ്, അസിഡിക് ഓർ ബേസിക്? ഗ്യാസ് ഏതാണ്? അതിന്റെ നേച്ചർ, ഏത് ഗ്യാസ് അവിടെ ഫോം ചെയ്തത്? അമോണിയ ആണല്ലോ, അമോണിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും ഫോം ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് ഏതാണ്? അമോണിയ ആണ്, NH3 ആണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ ഏതാണ്? അത് ബേസിക് ആണ് കേട്ടോ, ബേസിക് ആണ്. ഹൗ ദിസ് പ്രൊഡക്റ്റ് ഈസ് ഇൻഡസ്ട്രിയലി പ്രിപ്പയർഡ്, അത് എങ്ങനെയാണ് വ്യവസായമായിട്ട് നിർമ്മിക്കുന്നത്? എങ്ങനെയാണ് ആ പ്രോസസ്സിന് പറയുന്ന പേരെന്ന്? വ്യവസായമായിട്ട് നിർമ്മിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? ഹേബർ അല്ലേ, ഹേബർ പ്രോസസ് എന്നാണ് പറയുന്നത് കേട്ടോ, ഹേബർ പ്രോസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ്? N2 പ്ലസ് H2 അല്ലെ, N2 പ്ലസ് H2 ഗീവ്സ് എന്താണ്? NH3 ആണ് നമുക്ക് അവിടെ കിട്ടുന്നത് കേട്ടോ. ഇക്വേഷൻ ബാലൻസ് ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പൊ ഹേബർ പ്രോസസ്സിലൂടെയാണ് അമോണിയ നിർമ്മിക്കുന്നത്. അതിന്റെ കൂടുതൽ ഓർത്തണം, ഹൈ എങ്ങനെയാണ്? ഹൈ ടെമ്പറേച്ചറും ആണ്, അതുപോലെ ഹൈ പ്രഷർ, ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ അല്ലെ, അയൺ അവിടുത്തെ കാറ്റലിസ്റ്റുമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് അമോണിയ നിർമ്മിക്കുന്നത്. ഇനി what is your observation when glass rod dipped in HCl is shown in the mouth of the test tube? ഈ ടെസ്റ്റ് ട്യൂബിന്റെ മൗത്തിലേക്ക് നമ്മൾ എന്താണ്? HCl ഡിപ്പ് ചെയ്ത് ഒരു ഗ്ലാസ് റോഡ് കൊണ്ടുവരുവാണ് കേട്ടോ. അപ്പൊ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? അത് കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം ഒരു ഡെൻസ് ആയിട്ടുള്ള വൈറ്റ് ഫ്യൂംസ് ഉണ്ടാവും കേട്ടോ. എന്ത് പറയാം? ഡെൻസ് കേട്ടോ, കട്ടിയുള്ള ഡെൻസ് എന്താണ്? വൈറ്റ് ഫ്യൂംസ് എന്ന് പറയാം കേട്ടോ, വെള്ള ഫ്യൂംസ് അവിടെ ഉണ്ടാവുന്നു. ഫ്യൂംസ് ആർ ഫോംഡ് എന്ന് പറയാം. മനസ്സിലായല്ലോ? ദെൻ റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ, ആ റിയാക്ഷന്റെ കെമിക്കൽ ഇക്വേഷൻ അവിടെ നമുക്കറിയാം NH3 ആണല്ലേ, അപ്പം NH3യുടെ അവിടെ HCl ആണ് കൊണ്ടുവരുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? NH4Cl കേട്ടോ, NH4Cl അവിടെ ഉണ്ടാവുന്നുണ്ട്. മനസ്സിലായല്ലോ? ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബേസിക് ആണ് ഉണ്ടാകുന്നത്, ഞാൻ പറഞ്ഞു NH3 ആണ് ഉണ്ടാകുന്നത് കേട്ടോ, NH3 ആണ് ഉണ്ടാകുന്നത്. അതായത് ഹേബർ പ്രോസസ്സിൽ കൂടിയാണ് ഉണ്ടാകുന്നത്. ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ആണ്. ദെൻ അത് HCl കൊണ്ടുവരുമ്പോൾ, HCl ബുക്ക് ചെയ്ത ഗ്ലാസ് റോഡ് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷനും എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ദ ഗിവൺ ഡയഗ്രാം റെപ്രസെന്റ് ഗാൽവാനിക് സെൽ. ഗാൽവാനിക് സെല്ലിന്റെ ഡയഗ്രമാണ്, സോൾട്ട് ബ്രിഡ്ജിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐഡന്റിഫൈ A ആൻഡ് B, എയും ബിയും കേട്ടോ. ബി എന്ന് പറഞ്ഞിരിക്കുന്നതാണ്, എയും ബിയും ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മഗ്നീഷ്യം സൾഫേറ്റ് സൊല്യൂഷൻ ആണ് അല്ലേ, മഗ്നീഷ്യം സൾഫേറ്റ് സൊല്യൂഷൻ ആകുമ്പോൾ എ ഏതായിരിക്കും? എ എന്ന് പറഞ്ഞിരിക്കുന്നത് മഗ്നീഷ്യം ആയിരിക്കും. ദെൻ ഇവിടെ എന്താണ്? സിങ്ക് റോഡ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പം ബി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതായിരിക്കും? സിങ്ക് സൾഫേറ്റ് ഇല്ല, സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആയിരിക്കും. ദെൻ ബി
As the cell operates, the mass of which electron decreases? Cell operate ചെയ്യുമ്പോൾ ഏത് ഇലക്ട്രോണിന്റെ മാസ് ആണ് ഡിക്രീസ് ചെയ്യുന്നത്? ഏതിന്റെയാണ്? ആനോഡിന്റെയാണ് ഡിക്രീസ് ചെയ്യുന്നത്. ആനോഡ് ഇവിടെ ഏതാണ്? Mg ഇല്ലേ? Mg ആണ് ഇവിടുത്തെ ആനോഡ്. Write the direction of flow of electrons. ഇലക്ട്രോൺസിന്റെ ഫ്ലോ എങ്ങനെയാണ് പോകുന്നത്? ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ് കേട്ടോ. അതായത് Mgയിൽ നിന്നും ഇല്ല എങ്ങോട്ടാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്? Mgയിൽ നിന്നും എങ്ങോട്ട് പോകും? സിങ്കിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. റൈറ്റ് ദ സെൽ റിയാക്ഷൻ. സെൽ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അനോഡ് റിയാക്ഷൻ കാഥോഡ് റിയാക്ഷൻ എഴുതണം. ദെൻ അത് കമ്പൈൻ ചെയ്തിട്ടാണ് സെൽ റിയാക്ഷൻ വരുന്നത്. അപ്പോൾ സെൽ റിയാക്ഷൻ എങ്ങനെ വരും? Mg പ്ലസ് എന്താണ് Zn2 പ്ലസ് ഇല്ല രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് സെൽ റിയാക്ഷൻ. അതായത് Mg2 പ്ലസ് Zn കേട്ടോ. സെൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ആനോഡ് റിയാക്ഷനെയും കാഥോഡ് റിയാക്ഷനും കൂടെ ആഡ് ചെയ്തിട്ടുള്ള റിയാക്ഷനാണ് നമ്മൾ എഴുതേണ്ടത് സെൽ റിയാക്ഷൻ. ഇത് ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നോക്കി എഴുതുക. നെക്സ്റ്റ് വൺ, കൺസിഡർ ദ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആണല്ലോ. ദെൻ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. വിച്ച് മെറ്റൽ ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ് ഹിയർ? ഏത് മെറ്റലാണ് ഇവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ ഏതിനാണ്? കാണുമ്പോൾ അറിയാമില്ല ഏതിനാണ്? Mgക്കാണ് ഇവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. ദെൻ കോപ്പർ അയൺ അണ്ടർഗോസ് വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ? കോപ്പർ അയൺസ് ഉണ്ടല്ലോ, കോപ്പർ അയൺസ് ഉണ്ട്. അപ്പൊ അതിന് ഏത് തരത്തിലുള്ള റിയാക്ഷനാണ് നടക്കുന്നത്? റിഡക്ഷൻ അല്ലേ? റിഡക്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. ദെൻ നെയിം ദ ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ് ഇൻ ദിസ് റിയാക്ഷൻ. ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റും. ഓക്സിഡൈസിങ് ഏജന്റ് ഏതാണ്? ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? Cu2+ അല്ലേ? Cu2+ ആണ് ഓക്സിഡൈസിങ് ഏജന്റ്. ദെൻ റെഡ്യൂസിങ് ഏജന്റോ? റെഡ്യൂസിങ് ഏജന്റ് ഇക്വേഷൻ നോക്കുക. റെഡ്യൂസിങ് റിഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പം അതിന് സഹായിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് അല്ലേ? റെഡ്യൂസിങ് ഏജന്റ് ഏതാണ്? Mg ആണ് റെഡ്യൂസിങ് ഏജന്റ്. മഗ്നീഷ്യം ആൻസർ കേട്ടോ. Mg is the reducing agent. Next question, how many moles of carbon dioxide are required to equalize the mass of 110 moles of sulfur dioxide? 110 മോൾസ് ഓഫ് സൾഫർ ഡയോക്സൈഡ് അതിനോട് ഈക്വലൈസ്ഡ് ആകാൻ എന്തുമാത്രം മോൾസ് കാർബൺ ഡയോക്സൈഡ് ആവശ്യമായിട്ടുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? ആറ്റോമിക് മാസ് തന്നിട്ടുണ്ട്, മോളാർ മാസ് കണ്ടുപിടിക്കല്ലോ. കാർബൺ ഡയോക്സൈഡിന്റെ മോളാർ മാസ് എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? കാർബണിന്റെ 12 ആണ്. 12 + 2 ഇൻറ്റു ഓക്സിജന്റെ എത്രയാണ് വരുന്നത്? 16 വരും ഇല്ലേ? അപ്പൊ എത്രയാണ് വരുന്നത്? നമുക്കറിയാവുന്ന കാര്യമാണ്. 44 ഇല്ലേ? 44 ഗ്രാം ആണ് മോളാർ മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സൾഫർ ഡയോക്സൈഡിന് എത്രയാണ് വരുന്നത്? 32 + 2 ഇൻറ്റു 16 കേട്ടോ. എത്രയാണ്? 64 കേട്ടോ. 64 ഗ്രാം പെർ മോൾ ആണ് മോളാർ മാസ് വരുന്നത് കേട്ടോ. ദെൻ ഇനി എന്താണ് മാസ് ഓഫ് 110 മോൾസ് ഓഫ് SO2. അത് നമുക്ക് നോക്കണം, കണ്ടുപിടിക്കണം. മാസ് ഓഫ് 110 കേട്ടോ. 110 മോൾസ് ഓഫ് SO2. സൾഫർ ഡയോക്സൈഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 110 ഇൻറ്റു ഇല്ലേ? മാസ് എത്രയാണ്? 110 ഇൻറ്റു മോളാർ മാസ് നമുക്കറിയാം 64 ആണ് വരുന്നില്ല. അപ്പൊ എത്രയാണ്? 7040 ഗ്രാം എന്ന് പറയും കേട്ടോ. 110 മോൾസ് ഓഫ് SO2ന്റെ മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തുമാത്രം മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്നല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് കേട്ടോ. മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് സ്റ്റെപ്പായിട്ട് എഴുതണം കേട്ടോ. റിക്വയർഡ് ടു ഹാവ് സെയിം മാസ് വരണ്ടേ? അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തുമാത്രം മാസ് ഈക്വലൈസ് ആവാൻ വേണ്ടി എന്തുമാത്രം മാസ് ചോദിച്ചപ്പം ഹാവ് സെയിം മാസ്. അപ്പം എന്ത് പറയാം? ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ദാറ്റ് ഈസ് മോൾസ് ഓഫ് CO2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? മാസ് വന്നിട്ടുണ്ട് 7040 ആണ്. ഡിവൈഡ് ബൈ മോളാർ മാസ് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? കാർബൺ ഡയോക്സൈഡിന് 44 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 160 ആണ് കേട്ടോ. 160 മോൾസ്. അപ്പോൾ 160 മോൾസ് ആണ് നമുക്കിവിടെ ഇതിനോട് 110 മോൾസ് ഓഫ് സൾഫർ ഡയോക്സൈഡിന് ഈക്വലൈസ് ആകാൻ ആവശ്യമായിട്ടുള്ളത്. ഇത് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ. ഇങ്ങനെ തന്നെ എഴുതുന്നതാണ് നല്ലത് കേട്ടോ. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഇങ്ങനെ തന്നെ എഴുതുക. The next question, if we take the same number of molecules of carbon dioxide gas as a molecules in 36 gram of water, what will be its mass? നമ്മൾ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആണ്. അപ്പം അതിൻ്റെ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്മൾ എടുക്കുകയാണ്. അതെന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 36 gram ഓഫ് വാട്ടറിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വാട്ട് ഈസ് ഇറ്റ്സ് മാസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നല്ലോ പറഞ്ഞത്. അപ്പോൾ അല്ലെ വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദിസ് ഗ്യാസ്? വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് ദ ഗ്യാസ് ഇഫ് ഇറ്റ് ഈസ് അറ്റ് STP എന്നും ചോദിച്ചിട്ടുണ്ട്.
അപ്പൊ ആദ്യമേ നമുക്ക് മാസ് കണ്ടുപിടിക്കാം. അപ്പം നമുക്കറിയാം 36 gram ഓഫ് വാട്ടറിന്റെ കേസിൽ എങ്ങനെ നമുക്ക് എഴുതാം? 36 gram ഓഫ് വാട്ടർ അല്ലേ, അത്രയല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എത്രയാണ്? 36 ഡിവൈഡ് ബൈ വാട്ടറിന്റെ H2 അല്ലേ, അപ്പൊ എത്ര വരും? 18 വരും ഇല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 മോൾ എന്ന് വരും. ദെൻ therefore നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് CO2 എത്രയാണ്? 2 മോൾസ് എഴുതാം അല്ലേ, 2 മോള്. ഇനി മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം കണ്ടുപിടിക്കണ്ടേ, അപ്പൊ എങ്ങനെ എഴുതാം? മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എത്രയാണ്? മോളാർ മാസ് 44 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 88 gram. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഒരുപാട് ഈ ഒരു ചാപ്റ്ററിന് ചെയ്തിട്ടുണ്ട്. നോക്കുക കേട്ടോ, പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ എക്സാം ക്വസ്റ്റ്യൻസുകളുണ്ട്, അപ്പൊ അതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ബി ഏതാണ്? വാട്ട്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദിസ് ഗ്യാസ്? ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് കാർബൺ അല്ലേ, നമ്പർ ഓഫ് കാർബൺ ആറ്റം എത്രയാണ്? 2 എന്നാ വരുന്നത് അല്ലേ, 2 മോളാണ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ അല്ലേ, 6.022 ഇൻറ്റു 10⁻23. ഇനി സി എന്താണ്? വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് ദി ഗ്യാസ് ഇഫ് ഇറ്റ് ഇസ് അറ്റ് STP? STPയിൽ എങ്ങനെയാ പറയുന്നത്? വോളിയം അല്ലേ, വോളിയം ഓഫ് 2 മോൾ അല്ലേ, 2 മോൾ CO2 at STP എത്രയാണ് വരുന്നത്? 2 ഇൻറ്റു STPയിലെ 22.4 ആണ് അല്ലേ, അപ്പൊ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 44.8 ലിറ്റർ. മനസ്സിലായല്ലോ? ആൻസർ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതേ ഫോർമാറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലാക്കുക, എഴുതുക, എഴുതി മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഒരുപാട് പ്രോബ്ലംസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. The next question, the equation for the chemical reaction in which sulfuric acid waste is neutralized with lime is given. കേട്ടോ, സൾഫ്യൂരിക് ആസിഡിന്റെ വേസ്റ്റ് ലൈമുമായിട്ട് ന്യൂട്രലൈസ് ചെയ്യുന്നതിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ദാറ്റ് ക്യാൻ ബി ന്യൂട്രലൈസ്ഡ് വിത്ത് 1110 grams ഓഫ് ലൈം. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് ഇത്രയും ഗ്രാം ലൈമുമായിട്ട് ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ ഉള്ള സൾഫ്യൂരിക് ആസിഡിന്റെ മാസ് അവിടെ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യമേ എന്ത് കണ്ടുപിടിക്കാം? 1710 ഗ്രാം ലൈമിലുള്ള നമ്പർ ഓഫ് മോൾസ് നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്രാം ലൈം അല്ലേ, ലൈം നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ എത്ര വരും? 1110 ഡിവൈഡഡ് ബൈ ലൈമിന്റെ നമുക്ക് എഴുതാം. ലൈമിന്റെ 74 ആണ് വരുന്നത് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ 15 മോൾ എന്ന് വരും കേട്ടോ. ഇനി ഇവിടെ തന്നിട്ടുണ്ട് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ 1 മോൾ ഓഫ് സൾഫ്യൂരിക് ആസിഡ് 1 മോൾ ഓഫ് എന്താണ് ലൈമുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് പറയുന്നുണ്ട്. മനസ്സിലായത്? അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് റിക്വയർഡ് ഫോർ ദ ന്യൂട്രലൈസേഷൻ ഓഫ് എങ്ങനെയാണ്? 15 മോൾ അല്ലേ. 15 മോൾ ലൈം എന്ന് പറയുമ്പം എത്ര വരും? 15 മോൾ തന്നെ വരും അല്ലേ. ദെൻ പിന്നെന്ത് ചെയ്താൽ മതി? സൾഫ്യൂരിക് ആസിഡ് നമുക്ക് മോളാർ മാസ് ഉണ്ടല്ലോ, അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതിയല്ലോ. ക്ലിയർ ആണെന്നല്ല പറഞ്ഞത്? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ബാലൻസ്ഡ് ഇക്വേഷൻ അനുസരിച്ചിട്ട് എന്ത് പറയാം? 1 മോൾ അല്ലേ, ഇങ്ങനെ പറയാം കേട്ടോ. 1 മോൾ H2SO4 കേട്ടോ. 1 മോൾ H2SO4 റിയാക്ട്സ് വിത്ത് എങ്ങനെയാണ്? 1 മോൾ CaOH ട്വൈസ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കേട്ടോ, നമ്പർ ഓഫ് മോൾസ് ഓഫ് H2SO4 റിക്വയർഡ്. ആദ്യമേ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണല്ലോ. റിക്വയർഡ് ഫോർ ദ ന്യൂട്രലൈസേഷൻ കേട്ടോ, റിക്വയർഡ് ഫോർ ദ ന്യൂട്രലൈസേഷൻ ഓഫ് എത്രയാണ്? 15 മോൾ അല്ലേ. നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടില്ല. ന്യൂട്രലൈസേഷൻ ഓഫ് 15 മോൾ ഓഫ് ലൈം എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 15 മോൾ തന്നെ വരും ഇല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 15 ഇൻറ്റു മോളിക്കുലർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1470 ഗ്രാം എന്ന് വരും കേട്ടോ. അത്രയും മാസ് സൾഫ്യൂരിക് ആസിഡ് ആവശ്യമായിട്ടുണ്ട്. മനസ്സിലായല്ലോ? അതവിടെ കൊടുത്തിട്ടുണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതേണ്ട. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the maximum number of electrons in a subshell is given by 2 into 2l plus 1. ഒരു സബ്ഷെല്ലിലുള്ള മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഡി സബ്ഷെല്ല്. ഡി സബ്ഷെല്ലിലുള്ള മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിട്ടുണ്ട് 2 into 2l plus 1 എന്നാണ് തന്നിരിക്കുന്നത്. ഇനി നമുക്കറിയാം വാല്യൂ ഓഫ് L ഫോർ ഡി. ഡി സബ്ഷെൽ വരുമ്പോൾ എല്ലിന്റെ വാല്യൂ എത്രയാണ്? 2 ആണ് വരുന്നത്. അപ്പൊ ഇക്വേഷൻ എങ്ങനെ എഴുതാം? 2 into 2Lന്റെ സ്ഥാനത്ത് 2 വരും, പ്ലസ് 1 വരും.
ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് എത്ര വരും 4 1 5 വരും 5 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 10 കേട്ടോ 10 ആൻസർ വരുന്നത്. ദെൻ ബി എന്താണ് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് പ്രസന്റ് ഇൻ ദ എഫ് സബ്ഷെൽ. എഫ് സബ്ഷെല്ലിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് 2l+1 വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു നമുക്കറിയാം എഫിൽ എത്രയാണ് 3 ആണ് വരുന്നത് അല്ലേ 3 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 വരും. Then C എന്താണ് verify the possibility of a subshell with quantum number values n is equal to 2, L is equal to 2. വെരിഫൈ ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. n is equal to 2. പോസിബിൾ വാല്യൂസ് ഓഫ് L എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ്? പോസിബിൾ വാല്യൂസ് ഓഫ് അല്ലേ പോസിബിൾ വാല്യൂസ് ഓഫ് L എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ വരുന്നത് 0ഉം 1ഉം അല്ലേ വരത്തുള്ളൂ. 2 വരുമോ? n is equal to 2 ആകുമ്പം Lന്റെ പോസിബിൾ വാല്യൂസ് 0ഉം 1ഉം വരത്തുള്ളൂ. അപ്പം എന്താണ് 2 വരികയല്ല. മനസ്സിലായല്ലോ. അപ്പം L is equal to 2 വരികയല്ല. പോസിബിൾ വാല്യൂസ് ഓഫ് L എന്ന് പറഞ്ഞിരിക്കുന്നത് 0ഉം 1ഉം മാത്രമേ ഉള്ളൂ. ഇത് ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എ എന്ന് പറഞ്ഞിരിക്കുന്നത് മാക്സിമം നമ്പർ ഓഫ് ഡി സബ്ഷെൽ 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എഫ് സബ്ഷെല്ലിൽ വരുമ്പോൾ 7 വരും. പിന്നെ L is equal to 2 പോസിബിൾ ആകുമെന്ന് n is equal to 2 ആകുമ്പോൾ പറ്റുമോ ഇല്ല. പോസിബിൾ വാല്യൂസ് ഓഫ് L are 0ഉം 1ഉം മാത്രമേ വരത്തുള്ളൂ. അതായത് n is equal to 2 ആകുമ്പോൾ Lന് പോസിബിൾ ആയിട്ടുള്ള ഏതൊക്കെയാണ് 0ഉം 1ഉം. Next question, there are 4 blocks in the periodic table. Periodic table 4 blocks ഉണ്ട്. Name the block which includes group 3 to 12. 3 12 വരെയുള്ള ഗ്രൂപ്പിന് ഏതാണ് പറയുന്നത്? ഡി ബ്ലോക്ക് അല്ലേ ഡി ബ്ലോക്ക് എന്നാണ് പറയുന്നത്. Write any 2 characteristics of the elements in this block. ആ ബ്ലോക്കിൽ എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആണ്. പിന്നെ എന്ത് പറയാം ഓൾ ആർ മെറ്റൽസ് അല്ലേ ഡി ബ്ലോക്കിലുള്ള മെറ്റൽസ് ആണെന്ന് പറയാം അല്ലേ. പിന്നെ കളേർഡ് കോമ്പൗണ്ട് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട് അതും പറയാം കേട്ടോ. ദാ ഡി ബ്ലോക്ക് ആണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫോംസ് കളേർഡ് കോമ്പൗണ്ട്സ് ഉണ്ട്. ദ ഇലക്ട്രോൺസ് ആർ ബീയിങ് ഗ്രാജുവലി ഫിൽഡ് അപ്പ് ഇൻ ദ പെനൾട്ടിമേറ്റ് ഷെൽ അതും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾ ആർ മെറ്റൽസ് ഏതെങ്കിലും 2 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇതവിടെ നോക്കിയ റിയാക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. C12 H22 O11 + H2O ഇൻവെർട്ടൈസ് ഇല്ലേ. അപ്പോൾ ഞാൻ നോക്കുക എന്തൊക്കെ ഉണ്ടാകുന്നത് നമുക്കറിയാം. ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ് ഉണ്ടാകുന്നത് നമുക്കറിയാം ഇല്ലേ. അപ്പോൾ ഞാൻ ഇൻവെർട്ടൈസുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം എ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? എ ഇവിടെ ഏത് വരും? C6 H12 O6 തന്നെ. ഐഡന്റിഫൈ എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബി ഏതാണ് വരുന്നത്? ബി എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം മെഥനോൾ ആണല്ലേ. മെഥനോൾ ആണ്. അതായത് ഏതാണ് വരുന്നത്? C2H5O H അല്ലേ C2H5OH ആണ് വരുന്നത്. അപ്പം എ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? C6H12O6 ആണ്. അതുപോലെ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എഥനോൾ ആണ് അല്ലേ C2H5OH. ഇനി ഹൗ റെക്ടിഫൈഡ് സ്പീറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം വാഷ്. വാഷിൽ നിന്ന് എങ്ങനെയാണ് റെക്ടിഫൈഡ് സ്പീറ്റ് കിട്ടുന്നത്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി അല്ലേ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ് നമുക്ക് റെക്ടിഫൈഡ് സ്പിരിറ്റ് കിട്ടുന്നത്. ഇനി വാട്ട് ഈസ് പവർ ആൽക്കഹോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. പവർ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മിക്സർ ഓഫ് 20% ഓഫ് ആബ്സലൂട്ട് ആൽക്കഹോൾ അല്ലേ. മിക്സർ ഓഫ് 20% ഓഫ് ആബ്സലൂട്ട് ആൽക്കഹോളും അതുപോലെ തന്നെ 80% ഓഫ് എന്താണ് പെട്രോളും അല്ലേ. അപ്പൊ ഇതിന് രണ്ടും കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? പവർ ആൽക്കഹോൾ. പഠിക്കുക കേട്ടോ. ആൻസർ കൊടുത്തിട്ടുണ്ട്. എ എന്ന് പറഞ്ഞിരിക്കുന്ന നോക്കുക C6H12O6 ആണ് ഫ്രക്ടോസ് ഇല്ലേ. ദെൻ ബി എന്ന് പറഞ്ഞിരിക്കുന്ന എഥനോൾ ആണ്. പിന്നെ അതിന് എങ്ങനെയാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ് നമുക്ക് ഒബ്റ്റൈൻ ചെയ്ത് റെക്ടിഫൈഡ് സ്വീറ്റ് കിട്ടുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണെന്ന് പറഞ്ഞു. പിന്നെ പവർ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ 20% ഓഫ് ആബ്സലൂട്ട് ആൽക്കഹോളും 80% ഓഫ് പെട്രോളും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. CH ട്രിപ്പിൾ ബോണ്ട് CH ഇതേതാണ്? CH ട്രിപ്പിൾ ബോണ്ട് CH എന്ന് പറയുമ്പം ഏതാണ് ഉദ്ദേശിക്കുന്നത്? ഈഥൈൻ ആണ് അല്ലേ. ഈഥൈൻ ആണ്. ഈഥൈൻ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുവാണ് എന്ന്. അപ്പൊ എന്താണ് അവിടെ എ എന്താണ് കിട്ടുന്നത്? ഈഥൈൻ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? CH2 ട്രിപ്പിൾ ബോണ്ട് മാറിയിട്ട് എന്താണ് ഡബിൾ ബോണ്ട് ആവും അല്ലേ. CH2 ഡബിൾ ബോണ്ട് CH2. ഇതേതാണ്? ഈഥീൻ ആണ് ഇല്ലേ. ഈഥീൻ ആണ്. ഇത് ഈഥൈൻ ആണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഈഥൈൻ ആണ്. ഈഥൈൻ ഹൈഡ്രജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈഥീൻ ആവുന്നുണ്ട്. മനസ്സിലാകുന്നു. ഐഡന്റിഫൈ ഏ എന്നാണ് ചോദിക്കുന്നത്. ഏതെന്ന് പറഞ്ഞാൽ ഏതാണ്? CH2 ഡബിൾ ബോണ്ട് CH2 അതായത് ഏതാണ്? ഈഥീൻ. ഓക്കെ ആണല്ലോ. ഇനി റൈറ്റ് ദ പ്രൊഡക്ട്സ് ഒബ്റ്റൈൻഡ് വെൻ എ അണ്ടർഗോസ് ഫോളോയിങ് റിയാക്ഷൻ. അതായത് ഈഥീൻ ഉണ്ടല്ലോ HCl-ആയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലാവും. അതുപോലെ തന്നെ n നമ്പർ ഓഫ് ഈഥീൻ റിയാക്ട് ചെയ്യുമ്പോൾ സിയും കിട്ടുന്നുണ്ട്. അപ്പം അത് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈഥീൻ ആണ്. ഈഥീൻ HCl-ലുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് കിട്ടുന്നത്? CH3 സിംഗിൾ ബോണ്ട് ഇല്ലേ, സിംഗിൾ ബോണ്ട് CH2Cl വരും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു? അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് എ എന്ന് പറഞ്ഞാൽ ഏതാണ്? CH2 ഡബിൾ ബോണ്ട് CH2 ആണ് ഇല്ലേ, അത് എന്താണ്? HCl-ലുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? CH3 CH2Cl. അതെന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ക്ലോറോ ഈഥെയിൻ ആണ് കേട്ടോ. ക്ലോറോ ഈഥെയിൻ. ഇതേതാണ്? ക്ലോറോ ഈഥെയിൻ. ഈഥെയിൻ ആണ് കേട്ടോ, സിംഗിൾ ബോണ്ട് ആണ്. ക്ലോറോ ഈഥെയിൻ കിട്ടുന്നുണ്ട്. അപ്പൊ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ക്ലോറോ ഈഥെയിൻ ആണ് കേട്ടോ. ബി എന്ന് വെച്ചാൽ ക്ലോറോ ഈഥെയിൻ. പിന്നെന്താണ്? n നമ്പർ ഓഫ് എ അല്ലേ. n നമ്പർ ഓഫ് എ എന്ന് പറയുമ്പോൾ എന്താണ്? എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഈഥീൻ ആണ് അല്ലേ. അപ്പം n നമ്പർ ഓഫ് CH2 ഡബിൾ ബോണ്ട് CH2 ഇല്ലേ, ഇതാണല്ലോ n നമ്പർ ഓഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് അവിടെ കിട്ടുന്നത്? നമ്മൾ പഠിച്ചതാണല്ലേ, CH2 സിംഗിൾ ബോണ്ട് CH2 ഇങ്ങനെ വരും അല്ലെ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പം അതെന്താണ് നമുക്ക് അവിടെ കിട്ടുന്നത്? നമുക്കറിയാം പോളി അല്ലേ, എന്താണ് പറഞ്ഞാൽ പോളി എഥിലീൻ ആണ് കിട്ടുന്നത് അല്ലേ. പോളി എഥിലീൻ അല്ലെങ്കിൽ അതിനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് പറയാം? പോളിത്തീൻ അല്ലേ. പോളിത്തീൻ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത് അല്ലേ. അപ്പോൾ സി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? പ്രൊഡക്റ്റ് സി ഏതാണ്? പോളിത്തീൻ ആണ് കേട്ടോ. പ്രൊഡക്റ്റ് സി പോളിത്തീൻ. മനസ്സിലായല്ലോ? ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് മനസ്സിലായല്ലോ? ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് കേട്ടോ. മനസ്സിലാക്കി എഴുതിയൊക്കെ പഠിക്കുക കേട്ടോ. ഷോർട്ടായിട്ട് എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷൻ പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മോളിക്കുലർ ഫോർമുല ഓഫ് എ ഹൈഡ്രോകാർബൺ എ ഈസ് C4H10. ഒരു ഹൈഡ്രോകാർബൺ അതിന് എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മോളിക്കുലർ ഫോർമുല C4H10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് കൈൻഡ് ഓഫ് ഹൈഡ്രോകാർബൺ ആർ ദീസ്? ഏത് തരത്തിലുള്ള ഹൈഡ്രോകാർബൺ ആണ്? C4H10 ആണ് വരുന്നത്. അപ്പം അതിന്റെ ജനറൽ ഫോർമുല ഏതാണ് വരുന്നത്? CnH2n ഏതാണ് വരുന്നത്? H2n+2 വരും ഇല്ലേ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Cn 4 ആണ്. 2n പ്ലസ് എന്ന് പറയുമ്പോൾ എത്ര വരും? 2n എന്ന് പറയുമ്പോൾ എത്ര വരും? 4 2 8 + 10 ഇല്ലേ. അപ്പൊ ഏതാണ്? CnH2n+2 വരുമ്പോൾ ഏതാണ് നമുക്കറിയാം ഇല്ലേ? ആൽക്കെയിൻ ഇല്ലേ, ആൽക്കെയിനിൽ വരുന്നതാണ്. ഇനി ഡ്രോ ദ സ്ട്രക്ചർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ബി ഒബ്റ്റൈൻഡ് ഇഫ് 1 ഹൈഡ്രജൻ ആറ്റം ഈസ് റീപ്ലേസ്ഡ് ബൈ OH. അപ്പൊ അതിലെ എ ഉണ്ടല്ലോ, എയിൽ ഒരു ഹൈഡ്രോകാർബണിനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് അവിടെ OH കൊടുക്കണം. അപ്പൊ നമുക്ക് ബി കിട്ടും കേട്ടോ. അപ്പൊ അതേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം C4H10 ആണ് വരുന്നത്. അത് ആദ്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ അതിന്റെ ഒരു സ്ട്രക്ചർ ഫോർമുല നമ്മൾ എഴുതണം. C4H10 ആണ് കേട്ടോ. ആദ്യമേ അത് മനസ്സിലാക്കണം. C4H10 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4 കാർബണാറ്റം അല്ലെ, 4 കാർബണാറ്റം ആണ് വരുന്നത്. ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 എണ്ണം പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു CH3 ഉണ്ട്, ഇവിടെ CH2 ഉണ്ട് അല്ലെ, ഇവിടെ CH2, ഇതാണ് CH3. അപ്പൊ ഇതാണ് C4H10. ഇതിലെ നമ്മൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ OH കൊടുക്കുകയാണ്. അപ്പൊ എങ്ങനെ വരും? OH കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്ത് എഴുതാൻ സാധിക്കും? നമുക്ക് എഴുതാമില്ല. CH3 CH2 4 കാർബണാറ്റം പറഞ്ഞില്ലേ, CH2 പിന്നെ എന്ത് കൊടുക്കാം? OH എന്നും കൊടുക്കാം ഇവിടെ കേട്ടോ. ഈ ഒരു രീതിയിൽ എഴുതാം, അല്ലെങ്കിൽ ബ്രാഞ്ചഡ് ആയിട്ടും എഴുതാം. ദെൻ അടുത്ത സി പാർട്ട് എന്താണ്? റൈറ്റ് ദ IUPAC നെയിം ഓഫ് ബി. ഇതിന്റെ IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് പറയാം? 4 കാർബണാറ്റാണ്. അപ്പൊ എന്താണ്? ബ്യൂട്ട് അല്ലെ, ബ്യൂട്ട് പിന്നെ OH ആണ് ഓൾ വരും. അപ്പൊ എങ്ങനെ എഴുതാം? ബ്യൂട്ടൺ അല്ലെ, ബ്യൂട്ടൺ 1 ഓൾ അല്ലെ, ബ്യൂട്ടൺ 1 ഓൾ എന്ന് എഴുതാം. ഇനി അടുത്ത എന്താണ്? ഡ്രോ ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് സി ദാറ്റ് ബിലോങ്സ് ടു ദ സെയിം ഹോമോലോഗസ് സീരീസ് ഓഫ് ബി വിത്ത് 2 കാർബണാറ്റം കേട്ടോ. സ്ട്രക്ചറൽ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കോമ്പൗണ്ട് സി ആണ്, സെയിം ഹോമോലോഗസ് സീരീസ് ആണ് വരേണ്ടത് കേട്ടോ. ബിയുടെ സെയിം ഹോമോലോഗസ് സീരീസ് ആണ്. 2 കാർബണാറ്റം വരണം കേട്ടോ. 2 കാർബണാറ്റം ആണ്. 2 കാർബണാറ്റം നമുക്ക് ആദ്യമേ അങ്ങ് എഴുതാം. അപ്പോൾ സെയിം ഹോമോലോഗസ് സീരീസ് ആകുമ്പോൾ OH ഗ്രൂപ്പ് ആണ് വരുന്നത് ഇല്ല, OH ഗ്രൂപ്പ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു OH കൊടുക്കാം. ബാക്കി ഇങ്ങനെയാണ്. 2 കാർബണാറ്റം അല്ല, അപ്പം ഇവിടെ എന്ത് വരും? CH3 വരും. ഇവിടെ എത്രയാണ്? CH2 വരും. ബിയുടെ സെയിം ഹോമോലോഗസ് സീരീസ്, അപ്പോൾ OH വന്നു. 2 കാർബണാറ്റം ആകുമ്പം ഇത് വരും. ആൻസർ കൊടുത്തിട്ടുണ്ട്. ആൽക്കെയിൻ ആണ്. പിന്നെ 2 രീതിയിൽ എഴുതാം. OH ഗ്രൂപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം മോളിക്കുലർ ഫോർമുല വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ബ്രാഞ്ചഡ് ആയിട്ട് എഴുതാം കേട്ടോ. ബ്രാഞ്ചഡ് ആയിട്ട് വരികയാണെങ്കിൽ ബ്യൂട്ടൻ 2 ഓൾ എന്ന് പേര് വരും കേട്ടോ. അത് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. IUPAC നെയിം ഓഫ് എ കോമ്പൗണ്ട് ഈസ് 2-methyl hexane കേട്ടോ. ഒരു കോമ്പൗണ്ട് IUPAC നെയിം ആണ് പറഞ്ഞിരിക്കുന്നത്. 2-methyl hexane ആണ്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല ഓഫ് ദി എബോവ് കോമ്പൗണ്ട്. സ്ട്രക്ചറൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 2-methyl hexane ആണ്. ഹെക്സൈൻ ആകുമ്പോൾ ആദ്യം എന്ത് എഴുതാം? 6 കാർബണാറ്റം. 1 2 3 4 5 6 കാർബണാറ്റം. രണ്ടാമത്തെ ഇതിൽ മീഥൈൽ ഗ്രൂപ്പ് വരണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ്? CH3 കൊടുക്കാം. ബാക്കി
ഹൈഡ്രജൻ ഫില്ല് ചെയ്യാമല്ലോ. ഇതാ ഇവിടെ CH3 അല്ലേ, ഇവിടെ എന്ത് വരും? ഇവിടെ ഒരു ഹൈഡ്രജൻ വരും. ഇവിടെ ഒരെണ്ണം ഉണ്ട്, 2 3 അല്ലേ 4 അപ്പം ഒരു ഹൈഡ്രജൻ ആറ്റം വരും. ഇവിടെ എത്രയാണ്? CH2. ഇവിടെ എന്താണ്? CH2 വരും അല്ലേ, ഇവിടെയും CH2, പിന്നെ ഇവിടെ എന്താണ്? CH3. മോളിക്കുലർ ഫോമിൽ ഇതിന്റെ എന്താണ് വരുന്നത്? എന്താ നോക്കിയാൽ കാർബൺ ആറ്റം ഇവിടെ എത്രയാണ് വന്നത്? കാർബൺ ആറ്റം 7 എണ്ണം ഉണ്ടല്ലോ, അപ്പം C7 വന്നു. ഹൈഡ്രജൻ എത്രയാണ്? ഹൈഡ്രജൻ ഇവിടെ നോക്കോട്ടെ, 3 2 5 7 9 10 13 3 16 വരും അല്ലേ. അപ്പം C7H16 ആണ് അതിന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ബി എന്താണ്? ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ പ്രസന്റ് ഇൻ ദ മെയിൻ ചെയിൻ? മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? മെയിൻ ചെയിനിൽ 6 കാർബൺ ആറ്റം കേട്ടോ. മെയിൻ ചെയിനിൽ 6 കാർബൺ ആറ്റം. റൈറ്റ് ദ സ്ട്രക്ചർ ഫോർമുല ഓഫ് ദി ചെയിൻ ഐസോമർ ഓഫ് ദിസ് മോളിക്കുലർ വിത്ത് 4 കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ. മെയിൻ ചെയിനിൽ 4 കാർബൺ ആറ്റം വരണം. അപ്പം എന്താണ്? ഒരു ചെയിൻ ഐസോമർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മെയിൻ ഇതിൽ എത്ര വേണം? 4 കാർബൺ ആറ്റം ആണ് വരേണ്ടത്. അപ്പോൾ 1 2 3 4 മെയിനിൽ 4 കാർബൺ ആറ്റം വന്നു. അപ്പൊ ഇതേ മോളിക്കുലർ ഫോമിലൊക്കെ വരണം. ചെയിൻ ഐസോമർ ആണ് വേണ്ടത് കേട്ടോ. അപ്പൊ ഇതാ നോക്കുക, നമുക്ക് ഈ രീതിയിൽ എഴുതാം കേട്ടോ. അതാ ഇവിടെ ഒരു CH3 കൊടുത്തു, ഇവിടെ കേട്ടോ CH3 കൊടുത്തു, ഇവിടെ നമുക്കൊരു CH3 കൊടുക്കാം. CH3 കൊടുത്തു, ഇവിടെയും CH3 കൊടുക്കാം. ദെൻ പിന്നെ ഇവിടെ ഒരു ഇവിടെ നോക്കി, ഇവിടെ ഒരു CH3 കൊടുക്കാം കേട്ടോ. ചെയിൻ ഐസോമർ ആണ് കേട്ടോ എഴുതേണ്ടത് കേട്ടോ, അത് ശ്രദ്ധിച്ചോണം. ദെൻ ഇവിടെ CH3. അപ്പം മനസ്സിലായില്ല. അപ്പം 4 കാർബൺ ആറ്റം മെയിൻ ചെയിനിൽ വന്ന് ബാക്കി ഹൈഡ്രജനും ഒക്കെ ഫില്ല് ചെയ്തു. അതായത് IUPAC നെയിം ഓഫ് ദി എബോ ഐസോമർ. ഈ ഐസോമറിന്റെ IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ എഴുതാം? രണ്ടാമത്തെ ബ്രാഞ്ചിലുണ്ട്. ദെൻ മൂന്നാമത്തെ ബ്രാഞ്ച്, രണ്ടാമത്തെ ബ്രാഞ്ച് 2 ഉണ്ട്, അപ്പൊ 2 2 വരും അല്ലേ. പിന്നെ മൂന്നാമത്തെ ബ്രാഞ്ചിലുണ്ട് 2 2 3 2 2 3 3 മീതേലുണ്ട് അല്ലേ. അപ്പം ട്രൈമീതേൽ 2 2 3 ട്രൈമീതേൽ എന്താണ്? 4 കാർബൺ ആറ്റമാണ് മെയിൻ ചെയിൻ, ബ്യൂട്ടൈൻ. 2 2 3 ട്രൈമീതേൽ ബ്യൂട്ടൈൻ എന്ന് വരും. മനസ്സിലായല്ലോ. അപ്പൊ ഒരു 15 ക്വസ്റ്റ്യൻ കൊണ്ട് ഒരു 4 മാർക്സ് ടൈപ്പ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു 15 ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത്. നിങ്ങൾ ഇതെല്ലാം ചെയ്ത് പഠിക്കുക കേട്ടോ, എഴുതി പഠിക്കുക. ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ വരാം, അല്ലെങ്കിൽ ഇതേ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ഐഡന്റിഫൈ ചെയ്ത് എഴുതുക കേട്ടോ. അപ്പൊ ഇനിയും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് പഠിക്കുക, എഴുതി മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്